നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഭാരത് കോക്കിംഗ് കോൾ ലിമിറ്റഡിന്റെ മൂന്നാം പാദ ഫലങ്ങൾ പുറത്തുവന്നിരുന്നു. ഓഹരിയെ വിപണിയിൽ ലിസ്റ്റ് ചെയ്തതിനു ശേഷമുള്ള കമ്പനിയുടെ ആദ്യത്തെ ക്വാർട്ടർ റിസൾട്ടാണിത്. എന്നാൽ നിക്ഷേപകരെ സംബന്ധിച്ച് അല്പം നിരാശപ്പെടുത്തുന്ന കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ സാമ്പത്തിക വർഷത്തിന്റെ മൂന്നാം പാദത്തിൽ BCCL 22.88 കോടി രൂപയുടെ, അതായത് ഏകദേശം 23 കോടി രൂപയുടെ അറ്റ നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് കമ്പനി 425 കോടി രൂപയുടെ വലിയ ലാഭത്തിലായിരുന്നു എന്നത് ഈ ഇടിവിന്റെ ആഴം വ്യക്തമാക്കുന്നു. ലാഭത്തിൽ നിന്ന് നഷ്ടത്തിലേക്കുള്ള ഈ മാറ്റം നിക്ഷേപകർക്കിടയിൽ നിരാശയുണ്ടാക്കിയിട്ടുണ്ട്. വരുമാനത്തിന്റെ കാര്യത്തിലും ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട്. കമ്പനിയുടെ വരുമാനം 24.6% ഇടിഞ്ഞ് 2783 കോടി രൂപയായി. കഴിഞ്ഞ വർഷം ഇത് 3688 കോടി രൂപയായിരുന്നു. കൽക്കരി വിതരണത്തിലുണ്ടായിരുന്ന കുറവും ഈ ലേലത്തിലൂടെ ലഭിക്കുന്ന പ്രീമിയം കുറഞ്ഞതുമാണ് വരുമാനത്തെ പ്രധാനമായും ബാധിച്ചത്. എങ്കിലും ഒരു ആശ്വാസകരമായ കാര്യം മുൻപാദത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നഷ്ടം കുറഞ്ഞിട്ടുണ്ട് എന്നതാണ്. സെപ്റ്റംബർ പാദത്തിൽ കമ്പനി നേരിട്ട 53 കോടി രൂപയുടെ നഷ്ടത്തിൽ നിന്ന് 23 കോടിയിലേക്ക് എത്താൻ BCCLന് സാധിച്ചിട്ടുണ്ട്. അതായത് കമ്പനിയുടെ പ്രകടനം സാവധാനമാണെങ്കിലും മെച്ചപ്പെടുന്നു എന്നതിന്റെ സൂചനയാണിത്. മറ്റൊരു പ്രധാന കണക്ക് എബിഡ അഥവാ പ്രവർത്തന ലാഭമാണ്. ഇതിൽ 94% വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം 566 കോടി രൂപയായിരുന്ന എബിഡ ഇത്തവണ വെറും 33.7 കോടി രൂപയിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. മാർജിൻ 15.3% നിന്ന് വെറും 1.2% താഴുകയും ചെയ്തു. അതായത് 100 രൂപ വരുമാനം നേടുമ്പോൾ കമ്പനിക്ക് ലഭിക്കുന്ന പ്രവർത്തന ലാഭം വെറും 1 രൂപ മാത്രമാണ്. വർദ്ധിച്ചു വരുന്ന ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും ധനകാര്യ ചെലവുകളുമാണ് ഇതിന് കാരണമായി കമ്പനി ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഇതേ സമയത്ത് കോൾ ഇന്ത്യയുടെ മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളോ പ്രമുഖ സ്വകാര്യ കൽക്കരി കമ്പനികളോ ഇത്ര വലിയ തകർച്ച നേരിട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് BCCL മാത്രം പിന്നിലായത്? ഇതിന്റെ പ്രധാന കാരണം പ്രൊഡക്റ്റ് മിക്സ് ആണ്. BCCL പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്നത് സ്റ്റീൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കോക്കിംഗ് കോളാണ്. സാധാരണ വൈദ്യുതി ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന നോൺ കോക്കിംഗ് കോൾ വിൽക്കുന്ന കമ്പനികൾക്ക് ലഭിക്കുന്ന സ്ഥിരത BCCLന് ലഭിക്കില്ല. കൂടാതെ ഈ ലേലത്തിലൂടെ ലഭിച്ചിരുന്ന പ്രീമിയം തുകയിൽ വലിയ കുറവുണ്ടായത് കമ്പനിയുടെ ലാഭക്ഷമതയെ നേരിട്ട് ബാധിച്ചു. കൽക്കരി കമ്പനികൾക്ക് വലിയ ലാഭം നൽകുന്നത് ഈ ലേലത്തിലൂടെ ലഭിക്കുന്ന അധിക തുകയാണ്. എന്നാൽ ആഗോള വിപണിയിൽ കൽക്കരി വില കുറഞ്ഞതോടെ BCCLന് ലഭിച്ചിരുന്ന ഈ പ്രീമിയം തുകയിൽ വലിയ കുറവുണ്ടായി. ഭാരത് കോക്കിംഗ് കോൾ ലിമിറ്റഡിന്റെ ഫണ്ടമെന്റൽസ് നമ്മളിപ്പോൾ പരിശോധിച്ചു. എന്നാൽ ഒരു ട്രേഡറെയോ നിക്ഷേപകനെയോ സംബന്ധിച്ച് ചാർട്ടിലെ ചലനങ്ങൾ അഥവാ ടെക്നിക്കൽ അനാലിസിസ് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. BCCLന്റെ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ ലിസ്റ്റിംഗിന് ശേഷമുള്ള വൻ കുതിപ്പിന് ശേഷം ഓഹരി ഇപ്പോൾ ഒരു കൺസോളിഡേഷൻ ഘട്ടത്തിലാണ് കടന്നു പോകുന്നത്. ഈ ഓഹരി ഒരു ഡിസെൻഡിങ് ട്രയാങ്കിൾ പാറ്റേണിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് ഓരോ തവണ ഉയരാൻ ശ്രമിക്കുമ്പോഴും മുകളിൽ നിന്ന് സെല്ലിംഗ് പ്രഷർ നേരിടുകയും താഴെ ഒരു നിശ്ചിത ലെവലിൽ സപ്പോർട്ട് എടുക്കുകയും ചെയ്യുന്നുണ്ട്. വരും സെഷനുകളിൽ 37 രൂപ 50 പൈസ 38 രൂപ ലെവലിൽ സപ്പോർട്ട് പ്രതീക്ഷിക്കാം. ഇപ്പോഴുള്ള വിലയ്ക്ക് തൊട്ട് താഴെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ ആണിത്. ഈ ലെവലിൽ നിന്ന് ഓഹരി തിരിച്ചു കയറാനുള്ള സാധ്യതയുണ്ട്. 35 രൂപ നിലവാരത്തിലാണ് അടുത്ത സപ്പോർട്ട്. ഇതൊരു സ്ട്രോങ് സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. ഈ ലെവൽ കൈവിട്ടാൽ വലിയൊരു ഇടിവ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓഹരിയിൽ ഒരു പോസിറ്റീവ് ട്രെൻഡ് വരണമെങ്കിൽ ആദ്യം 41 രൂപ 50 പൈസ 42 രൂപ ലെവൽ മറികടന്ന് മുകളിൽ ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. അടുത്ത റെസിസ്റ്റൻസ് 45 to 46 രൂപ നിലവാരത്തിലാണ്. ഇത് മറികടന്നാൽ ഓഹരി ഒരു പുതിയ റെക്കോർഡിലേക്ക് കുതിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളൊരു ഷോർട്ട് ടേം ട്രേഡർ ആണെങ്കിൽ ഓഹരി 37-38 രൂപ റേഞ്ചിൽ എത്തുമ്പോൾ സ്റ്റോപ്പ് ലോസ് വെച്ച് വാങ്ങുന്നത് പരിഗണിക്കാം. എന്നാൽ 42 രൂപയ്ക്ക് മുകളിൽ ഒരു ബ്രേക്ക് ഔട്ട് ലഭിച്ചാൽ അത് കൂടുതൽ സുരക്ഷിതമായ എൻട്രി ആയിരിക്കും. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഇപ്പോൾ 40 to 50 റേഞ്ചിലായതിനാൽ വിപണിയിൽ വ്യക്തമായ ദിശയില്ലാത്തൊരു അവസ്ഥയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് വോളിയം ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കണം. ഇന്ന് 4% ഇടിവ് ഓഹരി ഇൻട്രാഡേയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. IPO വഴി വലിയ രീതിയിൽ നിക്ഷേപകരെ ആകർഷിച്ച ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ ദീർഘകാലത്തേക്കാണ് ഓഹരിയിൽ നിക്ഷേപം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വരും ക്വാർട്ടറുകളിൽ BCCL എങ്ങനെ ലാഭത്തിലേക്ക് തിരിച്ചെത്തുന്നു എന്നതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. Yeah.